ഇനി 8ാം സ്കന്ധത്തിലെ 21ാമത്തെ അധ്യായം, അഥൈകവിംശോധ്യായം. ശ്രീനാരായണ ഉവാച. ശ്രീനാരായണ മഹർഷി നാരദരോട് തുടർന്ന് പറയുകയാണ്. ആ ആദിശേഷൻ്റെ, നമ്മൾ നേരത്തെ കേട്ട സംഘർഷണൻ എന്ന ആദിശേഷൻ്റെ മഹാത്മ്യം സനാതനനായ ബ്രഹ്മപുത്രൻ ബ്രഹ്മസഭയിൽ സദാ പാടി സ്തുതിക്കുന്നു. സനാതനൻ എന്ന ബ്രഹ്മപുത്രൻ, ബ്രഹ്മാവിൻ്റെ പുത്രൻ ബ്രഹ്മസഭയിൽ സദാ പാടി സ്തുതിക്കുന്നു. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആ സ്തുതിയാണ് ഇവിടെ നാരായണ മഹർഷി നാരദർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ആരുടെ വീക്ഷണത്താലാണോ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുഭൂതങ്ങളായ സത്വാദി ഗുണങ്ങൾ സ്വകർമ്മത്തിന് ശക്തരായി തീരുന്നത്, ആരുടെ രൂപമാണോ അനാദ്യന്തമായിരിക്കുന്നത്, ആരാണോ ഒറ്റയ്ക്ക് നാനാരൂപത്തിലുള്ള ഈ ജഗത്തിനെ ധരിക്കുന്നത്, ആ ഭഗവാൻ സംഘർഷണൻ്റെ വഴി ആർക്കറിയാം? ആരുടെ വീക്ഷണത്താലാണോ ജഗത്തിൻ്റെ ഉത്പത്തിസ്ഥിതി ലയങ്ങൾക്ക് ഹേതുഭൂതങ്ങളായ സത്വാദി ഗുണങ്ങൾ സ്വകർമ്മത്തിന് ശക്തരായിത്തീരുന്നത്. പ്രകൃതിയിൽ ഈ ഗുണത്രയങ്ങൾ സമാവസ്ഥയിലാണ്. സത്വരജസ്തമോ ഗുണങ്ങൾ സമാവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രകൃതിയാണ്. അതിന് വൈഷമ്യം വരുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്, വികൃതി ഉണ്ടാകുന്നത്. മഹത്തത്വാദികൾ ഉണ്ടാവുന്നത് പ്രകൃതിക്ക് ഈ മാറ്റം വരുമ്പോഴാണ്. ഈ പ്രകൃതിയിലെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വൈഷമ്യം വരാൻ കാരണം എന്താ? ഭഗവാന്റെ വീക്ഷണം കാരണമാണ്. ഭഗവാൻ നോക്കുന്നത് കൊണ്ടാണ്. ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണ പ്രകാശ സ്വരൂപൻ, പൂർണ്ണബോധസ്വരൂപൻ. ആ പൂർണ്ണബോധസ്വരൂപത്തിൻ്റെ സാമീപ്യമാണ് പ്രകൃതിയിൽ ഈ ഗുണവിക്ഷോഭമുണ്ടാക്കുന്നതും പ്രകൃതി വികൃതിയായി പലതായി പരിണമിക്കുന്നതും. ആരുടെ വീക്ഷണത്താലാണോ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുഭൂതങ്ങളായ സത്വാദി ഗുണങ്ങൾ, ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. ആരുടെ വീക്ഷണത്താലാണോ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുഭൂതങ്ങളായ സത്വാദി ഗുണങ്ങൾ സ്വകർമ്മത്തിന് ശക്തരായിത്തീരുന്നത്, ഈ ബോധസ്വരൂപ സാമീപ്യമില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ ഗുണവൈഷമ്യം ഉണ്ടാവുകയില്ല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുകയില്ല. ആരുടെ രൂപമാണോ അനാദ്യന്തമായിരിക്കുന്നത്, ആദിയും അന്തവും ഇല്ലാത്തതായിരിക്കുന്നത്, ഭഗവാന്റെ ബോധരൂപത്തിന് ആദിയുമില്ല അന്തവുമില്ല, അനാദ്യന്തമായിരിക്കുന്നത്, ആ ബോധം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. ഈ പറയുന്നത് കേൾക്കുന്നതും ഞാനിത് പറയുന്നത് അറിയുന്നതും ഒക്കെ ആ ബോധമാണ്. ആ ബോധത്തെപ്പറ്റി നമ്മൾ ബോധമുള്ളവരായി തീർന്നാൽ അതിന് ആദ്യന്തമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് ഉണ്ട് എന്നല്ലാതെ ഉണ്ടായി എന്നോ ഇല്ലാതായി എന്നോ പറയാൻ സാധിക്കില്ല. ആരുടെ രൂപമാണോ അനാദ്യന്തമായിരിക്കുന്നത്, ആരാണോ ഒറ്റയ്ക്ക് നാനാരൂപത്തിലുള്ള ഈ ജഗത്തിനെ ധരിക്കുന്നത്, ഒറ്റയ്ക്ക് നാനാരൂപത്തിലുള്ള ഈ ജഗത്തിനെ, ഏകനായിട്ട് അനേകങ്ങളെ ധരിക്കുകയാണ്. ഈ ഭഗവാൻ ധരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഭഗവാൻ ധരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഭഗവാൻ നാനാരൂപത്തിലുള്ള ജഗത്തിനെ ധരിക്കുന്നു. ആ ഭഗവാൻ സംഘർഷണൻ്റെ വഴി ആർക്കറിയാം? കടുകുമണി എന്നോളം അദ്ദേഹം ശിരസ്സിൽ ധരിക്കുന്നുണ്ട് ഭൂമിയെ. ഭഗവാൻ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് നിലനിൽപ്പില്ല. ആ ഭഗവാൻ സംഘർഷണൻ്റെ വഴി ആർക്കറിയാം? ഈശ്വരൻ എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താ ചെയ്യുക എന്നുള്ളത് ആർക്കറിയാം? ആരിലാണോ സത് അസദാത്മകമായ സമസ്ത പ്രപഞ്ചവും പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത്, സ്വജനങ്ങളുടെ മനസ്സിനെ വശീകരിക്കുന്നതിന് വേണ്ടി പരാക്രമപൂർണമായ മൃഗേന്ദ്രൻ ആരിൽ നിന്നാണോ സ്തുത്യമായ ലീലകൾ സ്വന്തമാക്കിയത്, ആ ഭഗവാൻ സംഘർഷണൻ നമ്മിലുള്ള കൃപാതിരേകത്താൽ ഈ പരമശുദ്ധവും സാത്വികവുമായ സ്വരൂപം ധരിച്ചു. ആരിലാണോ സത് അസദാത്മകമായ സത്തും അസത്തും ഉള്ള പ്രപഞ്ചം,
സദാത്മകമായ പ്രപഞ്ചം, കാര്യകാരണ രൂപമായ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു കാര്യമുണ്ടാകും, അതിനൊരു കാരണമുണ്ടാകും, കാരണം ഉണ്ടാകും, കാര്യം ഉണ്ടാകും. അപ്പം കാര്യകാരണ രൂപമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിനും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. എല്ലാം ഏതെങ്കിലും ഒരു കാരണത്തിൽ നിന്നുണ്ടായതായിരിക്കും. കാരണമില്ലാതെ കാര്യമില്ല, കാര്യമുണ്ടെങ്കിൽ കാരണവുമുണ്ട്. കാര്യകാരണങ്ങൾക്ക് അതീതനായി നിൽക്കുന്നത് പരമമായ ബോധസ്വരൂപം മാത്രമാണ്. ഈ കാര്യകാരണ രൂപമായ സമസ്ത പ്രപഞ്ചം, അസദാത്മകമായ പ്രപഞ്ചം പ്രതിഭാസിച്ചു ഭഗവാനിലാണിത് പ്രതിബിംബിച്ച് പ്രതിഫലിച്ച് നിൽക്കുന്നത്. ഭഗവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത് സ്വജനങ്ങളുടെ മനസ്സിനെ വശീകരിക്കുന്നതിന് വേണ്ടി പരാക്രമപൂർണമായ മൃഗേന്ദ്രൻ ആരിൽ നിന്നാണോ സ്തുത്യമായ ലീലകൾ സ്വന്തമാക്കിയത്. മൃഗേന്ദ്രൻ സിംഹം. ആ സിംഹം സ്വജനങ്ങളുടെ മനസ്സിനെ വശീകരിക്കുന്നത് സംഘർഷണൻ്റെ ഒരു സവിശേഷതയും കൂടിയാണ്. മനസ്സിനെ വശീകരിച്ച് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന ആളും കൂടിയാണ് ഈ സംഘർഷണൻ. അപ്പോൾ സ്വജനങ്ങളുടെ മനസ്സിനെ വശീകരിക്കുന്നതിന് വേണ്ടി പരാക്രമപൂർണനായ മൃഗേന്ദ്രൻ നരസിംഹാവതാരത്തെയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. നരസിംഹം സംഘർഷനാണ് എന്നാണ് പറയുന്നത്. മൃഗേന്ദ്രൻ ആരിൽ നിന്നാണോ സ്തുത്യമായ ലീലകൾ സ്വന്തമാക്കിയത്, ഭഗവാനിൽ നിന്നാണ് ഈ കഴിവുകളെല്ലാം സിംഹം നേടിയത്. ആ ഭഗവാൻ സംഘർഷണൻ നമ്മിലുള്ള കൃപാതിരേകത്താൽ ഈ പരമശുദ്ധവും സാത്വികവുമായ സ്വരൂപം ധരിച്ചു. ഭഗവാന്മാരെ നാമരൂപങ്ങളോടുകൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത് അവരുടെ പരമകാരുണ്യം കൊണ്ടാണ്, കൃപാതിരേകം കൊണ്ടാണ്. അനാമികനും അരൂപനുമായ ഈശ്വരൻ നാമരൂപങ്ങൾ ധരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ബോധമണ്ഡലത്തിലേക്ക് ആവിർഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃപാതിരേകം കൊണ്ടാണ്. ആ കൃപാതിരേകത്തേക്കാൾ നമ്മിലുള്ള കൃപാതിരേകത്താൽ ഈ പരമശുദ്ധവും സാത്വികവുമായ സ്വരൂപം ധരിച്ചു. ദുഃഖിതനോ പതിതനോ ആയവൻ യാദൃശ്ചികമായോ പരിഹാസത്തോടെയോ ആരുടെ നാമം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ സകല പാപങ്ങളും നശിക്കുന്നു. അപ്പോൾ പിന്നെ ആ ഭഗവാൻ ശേഷനെ വിട്ട് ഒരു മുമുക്ഷു മറ്റൊരു ദേവനെ എങ്ങനെ ശരണം പ്രാപിക്കും? ദുഃഖിതരോ പതിതരോ ആയവർ. ദുഃഖം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ പറയുന്നത് പോലത്തെ സങ്കടമല്ല. അത് ശരിക്കും അതൊരു തരം ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഒരിക്കലും തൃപ്തിയില്ലാത്ത അവസ്ഥയാണ് ദുഃഖം. സംതൃപ്തിയാണ് സമാധാനം, അതൃപ്തിയാണ് ദുഃഖം. അപ്പോൾ ഈ അതൃപ്തരും പതിതൻ, ചെയ്യേണ്ടത് ചെയ്യാത്തവരാണ് പതിതർ. നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള നൈസർഗികമായ ഗുണാനുസൃതമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നവർ പതിതർ. പുറം ലോകത്ത് നിന്നുള്ള ഭ്രമാത്മകമായ അറിവുകളിൽ പകച്ച് അവരവർക്ക് യോജിക്കാത്തത് ചെയ്യുന്നവർ പതിതർ. അവരവർക്ക് യോജിച്ച കാര്യങ്ങൾ ചെയ്യുന്നവർ പതിതരല്ല. അപ്പം ദുഃഖിതർ, തൃപ്തിയില്ലാത്തവർ, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നവർ, അങ്ങനെയുള്ളവർ യാദൃശ്ചികമായിട്ടോ പരിഹാസത്തോടെയോ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോൾ കേൾക്കുക. പരിഹസിക്കാനായിട്ടായാലും കുഴപ്പമില്ല. ഭഗവാന്റെ നാമം, ഭഗവാന്റെ സ്മരണ എങ്ങനെ ചെയ്താലും അത് ഗുണപ്രദമാണ്. അത് യാദൃശ്ചികമായിട്ട് ഈ ലോകത്ത് സംഭവിക്കുന്നത് മുഴുവൻ ഈശ്വരാനുഗ്രഹത്താൽ സംഭവിക്കുന്നതാണ്. യാദൃശ്ചികമായിട്ടോ നമ്മളൊരു പുസ്തക കടയിലേക്ക് കയറി ചെല്ലുന്നു, പല പുസ്തകങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ യാദൃശ്ചികമായിട്ട് ഒരു ആധ്യാത്മിക പുസ്തകം കാണുന്നു. വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കയറിയതല്ല, വാങ്ങിക്കണം എന്നുള്ള വിചാരം അത് കണ്ടപ്പോഴും ഇല്ല. എന്നാൽ യാദൃശ്ചികമായിട്ടത് വാങ്ങിക്കുന്നു. തിരിച്ച് വീട്ടിൽ പോയിട്ട് അത് വെറുതെ മേശപ്പുറത്ത് വയ്ക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് യാദൃശ്ചികമായിട്ടതെടുത്ത് വായിക്കുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഈശ്വരോന്മുഖരായി തീരും. യാദൃശ്ചികത ഈശ്വരാനുഗ്രഹത്തോടു കൂടിയതാണ്. യാദൃശ്ചികമായിട്ടോ പരിഹാസത്തോടു കൂടിയിട്ടോ കളിയാക്കാനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
യാദൃശ്ചികമായിട്ടോ പരിഹാസത്തോടെയോ ആരുടെ നാമം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സകല പാപങ്ങളും നശിക്കുന്നു. ഭഗവാന്റെ നാമം യാദൃശ്ചികമായിട്ട് കേട്ടാലും മതി, പരിഹസിക്കാനായിട്ട് ഉച്ചരിച്ചാലും മതി, എങ്ങനെ ഭഗവത് സ്മരണയുണ്ടായാലും അത് ഗുണപ്രദമാണ്. അപ്പം ഇവിടെ ഈ യാദൃശ്ചികമായി കേൾക്കുന്നവരും പരിഹസിക്കാൻ വേണ്ടി പറയുന്നവരും, കേൾക്കുകയോ ഉച്ചരിക്കുകയോ ഉച്ചരിക്കുന്നത് പരിഹാസോച്ചാരണം, യാദൃശ്ചിക കേൾവി, ഈ രണ്ട് കൂട്ടരും വിശ്വാസികളായിരിക്കണമെന്നില്ല. അവർ കേൾക്കുന്ന ഉച്ചരിക്കുന്ന നാമങ്ങളുടെ രൂപത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിക്കണം എന്നില്ല. ഈശ്വര വിശ്വാസികൾക്കു മാത്രമല്ല ഈശ്വരാനുഗ്രഹം ലഭിക്കുക. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. അത് യാദൃശ്ചികമായിട്ടും കളിയാക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്നയാളാണ് ഈശ്വരൻ. അങ്ങനെ വിശ്വാസികൾക്ക് റിസർവ്ഡ് അല്ല ഇതൊന്നും, ഇതെല്ലാവർക്കും ഉള്ളതാണ്. യൂണിവേഴ്സലാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. ആരുടെ നാമം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവരുടെ സകല പാപങ്ങളും നശിക്കുന്നു. അപ്പോൾ ദുഃഖിതരായോ പതിതരോ അവർ യാദൃശ്ചികമായിട്ട് കളിയാക്കാനായിട്ട് കേട്ടാലും പറഞ്ഞാലും മതി, അവരുടെ സകല പാപങ്ങളും നശിക്കുന്നു. അവർ ഈശ്വരനിൽ നിന്നുള്ള അകൽച്ച ഇല്ലാതാവുകയും അവർ ഈശ്വരനോട് അടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഭഗവാൻ. യാദൃശ്ചികമായിട്ട് കേൾക്കുകയോ പരിഹസിക്കാനായിട്ട് ഉച്ചരിക്കുകയോ ചെയ്താൽ ഭക്തരായി കൊള്ളണമെന്നില്ല. ദുഃഖിതരോ പതിതരോ ആയാലും കുഴപ്പമില്ല, അവരെ അനുഗ്രഹിക്കുന്നു ഭഗവാൻ. അപ്പോൾ പിന്നെ ആ ഭഗവാൻ ശേഷനെ വിട്ട് എല്ലാം ആയിത്തീർന്നതിന് ശേഷവും അവശേഷിച്ച പരമമായത്, ആ ശേഷനെ വിട്ട് ഒരു മുമുക്ഷു, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റൊരു ദേവനെ എങ്ങനെ ശരണം പ്രാപിക്കും? ആ ശേഷന് സഹസ്രം ഫണങ്ങളുണ്ട്. പർവ്വതവും നദിയും സമുദ്രവും സമസ്ത പ്രാണികളും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ അദ്ദേഹം മൂർധാവിൽ ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അത് ഒരു അണുവാണ്, ചെറുതാണ്, കടുകുമണിയോളം എന്ന് നേരത്തെ പറഞ്ഞു. അനന്തനായതിനാൽ അദ്ദേഹം അനന്തപരാക്രമിയുമാണ്. സർവവ്യാപിയായ ഈ പ്രഭുവിൻ്റെ പ്രഭാവത്തെ വർണ്ണിക്കാൻ 1000 നാവുണ്ടെങ്കിലും ആർക്ക് കഴിയും? ആ ശേഷിച്ചവൻ, ഇവിടെ ഈ 1000 ഫണങ്ങളോട് കൂടിയിട്ടുള്ള അനന്തനെ അഹിർബുദ്ധ്നി എന്ന് വിളിക്കും. അഗാധതകളിലെ സർപ്പം. ലോകം മുഴുവൻ താങ്ങി നിർത്തുന്നത് ഈ അനന്തനാണിത്. കുണ്ടലിനി ശക്തിയുടെ ഒരു പ്രതിരൂപം കൂടിയാണ്. കുണ്ടലിനി ശക്തിയാണ് ഈ ശേഷൻ അവശേഷിച്ചത്. 2 തരത്തിലുള്ള ബ്രഹ്മത്തെ പറ്റിയാണ് വേദങ്ങളിൽ പറയുന്നത്, അനന്തബ്രഹ്മവും ശേഷബ്രഹ്മവും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാം ആയി തീർന്നതിന് ശേഷം അവശേഷിച്ചത് ആ ശേഷന് 1000 ഫണങ്ങളുണ്ട്, അനവധി ഫണങ്ങളുണ്ട്, അനവധി മുഖങ്ങളുണ്ട്. അനവധി മുഖങ്ങളുണ്ടാകുമ്പോൾ അനവധി കാഴ്ചകളുണ്ടാകും, അനവധി കാഴ്ചകളുണ്ടാകുമ്പോൾ അനവധി ലോകങ്ങളുണ്ടാകും. കാരണം ഓരോ മുഖവും ഓരോ ലോകമാണ് കാണുന്നത്. എല്ലാ മുഖങ്ങൾ കൊണ്ടും ഒരു ലോകത്തെ കാണുമ്പോൾ അത് വേറൊരു ലോകമായിട്ടാണ് കാണുക. അങ്ങനെ നമ്മൾ കാണുന്നത് പോലെയോ അനുഭവിക്കുന്നത് പോലെയോ അല്ല അദ്ദേഹം ഈ ലോകത്തെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നത്. ആ ശേഷന് സഹസ്രഫണങ്ങളുണ്ട്. പർവ്വതവും നദിയും സമുദ്രവും സമസ്ത പ്രാണികളും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ അദ്ദേഹം മൂർധാവിൽ ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ മൂർധാവിലാണ് ഞാനും നിങ്ങളും കുടികൊള്ളുന്നത്. ഈ ഭൂമണ്ഡലം മുഴുവൻ അനന്തൻ്റെ മൂർധാവിലാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ അനന്തൻ്റെ മൂർധാവിലിരിക്കുകയാണ്. ഭഗവാന്റെ ശിരസിൽ ഭഗവാൻ നമ്മളെ ധരിച്ചിരിക്കുന്നു. എന്തൊരു എളിമയായിരിക്കണം ഭഗവാന്. തന്നെ തൊഴുന്നവരെ തൊഴുന്ന ഈശ്വരൻ. സമസ്ത പ്രാണികളും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ അദ്ദേഹം മൂർധാവിൽ ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അതൊരണുവാണ്. അനന്തനായതിനാൽ അദ്ദേഹം അനന്തപരാക്രമിയുമാണ്. സർവവ്യാപിയായ ഈ പ്രഭുവിൻ്റെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ പ്രഭുവിൻ്റെ, അദ്ദേഹം ഇല്ലാത്തിടം ഇല്ല. സർവവ്യാപിയായ ഈ പ്രഭുവിൻ്റെ പ്രഭാവത്തെ വർണ്ണിക്കാൻ 1000 നാവുണ്ടെങ്കിലും ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല എന്നർത്ഥം.
ഇപ്രകാരം അനുപമ ശക്തി പരാക്രമങ്ങളുള്ള ഭഗവാൻ അനന്തൻ്റെ വീര്യ അതിശയ ഗുണങ്ങളോ പ്രഭാവത്തിൻ്റെ സീമയോ ആർക്കും അറിയാൻ കഴിയുന്നതല്ല. അദ്ദേഹം രസാതലത്തിൻ്റെ ചുവട്ടിൽ പരമസ്വതന്ത്രനായി വിഹരിക്കുകയും പൃഥ്വിയെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ലീലയാ ധരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം അനുപമ ശക്തികളുള്ള, വേറൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത ശക്തികളോട് കൂടിയ പരാക്രമങ്ങളോട് കൂടി അനുപമ ശക്തി പരാക്രമങ്ങളുള്ള, ഇപ്രകാരം അനുപമ ശക്തി പരാക്രമങ്ങളുള്ള ഭഗവാൻ അനന്തൻ്റെ വീര്യാതിശയ ഗുണങ്ങളോ പ്രഭാവത്തിൻ്റെ സീമയോ ആർക്കും അറിയാൻ കഴിയുന്നതല്ല. ഈശ്വരനെ ഒരാൾക്കും പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. ഈ പരമമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പരിമിതമായ അറിവിന് അപ്പുറമുള്ളതാണ്. അതിനെ നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് രാമകൃഷ്ണ പരമഹംസർ ഉപ്പളക്കാൻ കടലിൽ ചെന്നത് എന്ന് പറയുന്നത്. അതിനെ അറിയാൻ നമുക്ക് സാധിക്കില്ല. പ്രഭാവത്തിൻ്റെ സീമയോ ആർക്കും അറിയാൻ കഴിയുന്നതല്ല. അദ്ദേഹം രസാതലത്തിൻ്റെ ചുവട്ടിൽ, അതുകൊണ്ട് ആർക്കും ആ പരമമായതിനെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ സംശയത്തോടു കൂടി വേണം കേൾക്കാൻ. കാരണം നമുക്ക് മുമ്പേ പോയവർ പറയുന്നത് ഭഗവാൻ അനന്തൻ്റെ വീര്യാതിശയ ഗുണങ്ങളോ പ്രഭാവത്തിൻ്റെ സീമയോ, പരമമായതിൻ്റെ ഗുണങ്ങളോ പ്രഭാവത്തിൻ്റെ സീമയോ അതിൻ്റെ അളവോ ആർക്കും അറിയാൻ കഴിയുന്നതല്ല. അപ്പം അതറിഞ്ഞു എന്ന് പറയുന്നവരെ ശ്രദ്ധിക്കണം. അദ്ദേഹം രസാതലത്തിൻ്റെ ചുവട്ടിൽ പരമസ്വതന്ത്രനായി വിഹരിക്കുന്നു. ഈ ഭൂമിയെ ഒരണുവായിട്ട് കടുകുമണി പോലെ അനായാസമായിട്ട് ശിരസിൽ ധരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പരമസ്വതന്ത്രനാണ്. പരമസ്വതന്ത്രനായി വിഹരിക്കുകയും പൃഥ്വിയെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ലീലയാധരിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തെ എന്തിനാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്? അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, തൻ്റെ ശിരസിന് ഭൂഷണം ഉണ്ടാകാനല്ല, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ലീലയാ കളിയായിട്ട് ധരിക്കുകയും ചെയ്യുന്നു. ഹേ മുനിസത്തമ, നാരദരോടാണല്ലോ ഈ പറയുന്നത്. ഹേ മുനിസത്തമ, മനുഷ്യർ ഏതുവിധ കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അവർക്ക് ചെന്നെത്തേണ്ടതായ അനേകം ഗതികളും ഉണ്ട്. മനുഷ്യരോരോരുത്തരും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അനുഭവങ്ങളുണ്ടാകുന്നു. ആ പ്രവൃത്തികളനുസരിച്ച് പ്രാപിക്കുന്ന ഗതികളും ഉണ്ട്. കാമഭോഗങ്ങൾ കൊതിച്ചുകൊണ്ട് ശാസ്ത്രോപദേശപ്രകാരം കർമ്മം ചെയ്യുന്നവർക്ക് പ്രാപിക്കേണ്ട സ്ഥാനങ്ങളാണ് അവ. കാമഭോഗങ്ങൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ശാസ്ത്രോപദേശപ്രകാരം ആഗ്രഹങ്ങൾ സാധിക്കാൻ ശാസ്ത്രം ഉപദേശിക്കുന്ന വഴികളിലൂടെ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നവർ പ്രാപിക്കേണ്ട സ്ഥാനങ്ങളാണ് അവ. ഹേ രാജേന്ദ്ര, മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കുമെല്ലാം ധർമാനുസൃതം ലഭിക്കുന്ന നീചങ്ങളും വിസദൃശങ്ങളുമായ വിപാകഗതികളെപ്പറ്റി അങ്ങ് ചോദിച്ചതനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ധർമാനുസൃതം ലഭിക്കുന്ന ഓരോരുത്തരും അവരുടെ പ്രവൃത്തിക്കനുസരിച്ചിട്ടുള്ള അനുഭവമാണ് ഉണ്ടാവുക. അത് മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷിമൃഗാദികളുമെല്ലാം അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള കർമ്മമാണ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള ഫലമാണ് അവരനുഭവിക്കുക. ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു.